മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ മുട്ടയും കിഴങ്ങും കൂടെ കറി വെക്കാൻ പോവാണേ. അപ്പം അതിന് മുന്നേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. മുട്ടയെ പുഴുങ്ങി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് അരിയുക. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി അടുപ്പിലോട്ട് വെച്ചിട്ട് ഉള്ളി സവാളയൊക്കെ അരിയുമ്പം കണ്ണ് നീറുന്നവരാരൊക്കെയുണ്ട്. ചിലരുടെ പക്ഷേ കണ്ണ് നീറത്തില്ല കേട്ടോ. ഉള്ളി അരിഞ്ഞാലേ പണ്ടൊക്കെ അമ്മച്ചിമാര് കൊച്ചുള്ളിയൊക്കെ പൊളിക്കുമ്പോഴില്ലേ, ചെറിയ ഉള്ളിയൊക്കെ പൊളിക്കുമ്പോൾ ഈ പിച്ചാത്തിയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു ഉള്ളി എടുത്ത് ഇങ്ങനെ കുത്തി വെക്കും. ഇങ്ങനെ അന്നേരം കണ്ണ് നീറുകയില്ലെന്നാ പറയുന്നത്. നേരാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ കറിവേപ്പില എല്ലാം കൂടെ ഊരിനകത്തിലോട്ടിടാം. പിന്നെ കടുകൊന്നും വറക്കുന്നില്ല കേട്ടോ. കഴിവതും എണ്ണയൊക്കെ കുറയ്ക്കുക. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിടുവാണേ. ഇഞ്ചി ഒരു കഷ്ണം മതിയായിരുന്നു. ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. 2-3 ഉരുളക്കിഴങ്ങും കൂടെ എടുക്കാം. പീല് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ചീനിച്ചട്ടിയെ നന്നായിട്ട് ചൂടായിരിക്കും. അതിനകത്തിലോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരിത്തിരി ഉപ്പുകല്ലിട്ട് കൊടുക്കുവാണേ. ഉള്ളി വഴലുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങൊന്ന് അരിഞ്ഞെടുക്കട്ടെ. മുട്ടയും കൂടെ പൊളിച്ചെടുക്കാം. ഈ വെള്ളമുട്ട പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ടേ. ഇനി ഇതെല്ലാം ഇങ്ങനെ ഓരോ കൊത്തു കൊടുക്കാം. അപ്പോഴില്ലേ ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിക്കും. പണ്ടൊക്കെ മുട്ട ഇങ്ങനെ പിളർന്നിട്ട് കറി വയ്ക്കുകയല്ലേ, ഉണ്ണിയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ഇങ്ങനെ ആകുമ്പോഴും ഇതിൻ്റെ ഉള്ളിലോട്ട് മസാലയൊന്ന് പിടിക്കും. അതിനങ്ങനെ ഇടുന്നേ. അങ്ങനെ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഇടുവാണേ, വഴറ്റിയെടുക്കാൻ വേണ്ടി. അപ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ. അധികം എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല. അതുകൊണ്ടാ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴന്നു വരാനൊരു താമസം, ഒരു താമസം. പിള്ളേർ പറയുന്ന പോലെ ഇതിവിടെ കിടന്ന് വാടട്ടെ കിഴങ്ങ് മറ്റേ. അപ്പോഴത്തേക്കും ഈ തണ്ണിമത്തനൊന്ന് മുറിക്കും. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ ഇതൊക്കെ മുറിച്ചിട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാലില്ലേ നല്ലത്. കിഴങ്ങൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. തക്കാളിപ്പഴമൊക്കെ വേണമെങ്കിലേ ഈ മസാല ഇങ്ങനെ മൂപ്പിച്ചേച്ച് ചേർത്ത് കൊടുക്കാവേ. ഓക്കെ, മുട്ടയും കൂടെ ഇട്ടു. മുട്ട ഇട്ട് കൊടുത്തേ കണ്ടോ. അപ്പൊ ആ കളറൊക്കെ മുട്ടയിലോട്ടൊന്ന് പിടിക്കും, മഞ്ഞളിൻ്റെ മുളകിൻ്റെ ഒക്കെ. നമുക്കിത് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലിരുന്ന് നല്ലപോലെ വേവട്ടെ. അപ്പോഴത്തേനും കിഴങ്ങൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വേവും. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് തിളച്ചിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത്തിരി മസാലപ്പൊടിയും കൂടെ ചേർക്കട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോൾ ഈ ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കണം. ഇനി കറി വേകുമ്പോഴത്തേനെ ചപ്പാത്തി ഉണ്ടാക്കാം. ചെറിയ അടുപ്പിലോട്ട് എടുത്ത് വെക്കാവേ. അവിടെ ഇരുന്ന് വേകട്ടെ. അടച്ച് വയ്ക്കാം. ദോശക്കല്ലെടുത്ത് അതിലോട്ട് വയ്ക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴത്തേക്കും കല്ല് ചൂടാവും. അപ്പോഴേ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മാവ് നേരത്തെ കുഴച്ച് വെച്ചായിരുന്നേ. ഇത്തിരി നേരത്തെ മാവ് കുഴച്ച് വെക്കുവാണെങ്കിലേ മാവ് നല്ല സോഫ്റ്റ് ആകും. കണ്ടോ, ചെറിയ ഉരുള എടുക്കാം. ചെറിയ ചപ്പാത്തി. ചപ്പാത്തിക്ക് മാവിന് ഇത്തിരി വെള്ളം കൂട്ടി കുഴയ്ക്കുവാണെങ്കിൽ പരത്താൻ ഇത്തിരി പാടാ, ചുളുക്കമൊക്കെ വരും. സൂക്ഷിച്ച് പരത്തിയില്ലെങ്കിൽ പൊടിക്കകത്ത് മുക്കാതെ പരത്തിയ. പക്ഷെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. വെള്ളം കുറച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്ക് കട്ടിയായിരിക്കും. ഇത് ചുടുമ്പോൾ ഇതിലെ പൊടി നന്നായിട്ട് തട്ടിക്കളയണം. അല്ലെങ്കിൽ നമ്മൾ ദോശക്കല്ലിൽ നമ്മളല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനകത്ത് അവയോ
തവയിലോട്ട് പിടിക്കും, കരിഞ്ഞു പിടിക്കുവേ. ഉണ്ടോ ഇനിയിപ്പോ ഇല്ലേ, എല്ലാവർക്കും അറിയാം ചപ്പാത്തി ഉണ്ടാക്കാൻ. പക്ഷെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞതാ കേട്ടോ. ഉണ്ടോ അതിൽ കുറെ പൊടി ഇങ്ങനെ അങ്ങ് പോകും, കണ്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തി അങ്ങ് ഇടാം. അപ്പൊ അത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് പരത്താം. ഞാൻ അങ്ങനെ എല്ലാം കൂടെ പരത്തി വെച്ചിട്ടല്ല ചുടുന്നേ, പിന്നെ ഓരോന്ന് ചുട്ടെടുക്കുകയും പരത്തുകയും അങ്ങനെ. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലൊക്കെ എടുത്താൽ മതി മാവ്, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും ചപ്പാത്തിക്ക്. ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിക്ക് ചുളുക്കം വരുമെന്ന്, വെള്ളം കൂട്ടിക്കുഴച്ചാ. അത് ഇതുപോലെ വരുന്നു, അത് കുഴപ്പമില്ല, അത് പക്ഷെ അങ്ങ് ഇതായിക്കോളും. ഒരു പൊടി ഒന്ന് തട്ടി ഇത് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ചപ്പാത്തി നല്ല സോഫ്റ്റാ. എൻ്റെ ക്യാമറാമാന് ഫോൺ വന്നേ, അപ്പൊ ക്യാമറാമാൻ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പൊ ഞാൻ തന്നെയാണേ വീഡിയോ എടുക്കുന്നതും ചപ്പാത്തി ചൂടുന്നതും എല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഇത്തിരി നെയ്യ് തേച്ച് കൊടുക്കാം. അപ്പം ചപ്പാത്തിക്ക് നല്ലൊരു മയം വരും. കൊളസ്ട്രോളൊക്കെ ഉണ്ട്, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാം. ഒരു സൈഡിലേ തേക്കുന്നുള്ളേ. ഇത് വെന്തിട്ടുണ്ട്, നമുക്ക് അങ്ങ് എടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുത്തേ, കണ്ടോ. ഇത്തിരി നെയ്യൊക്കെ ഇതിന്റെ മുകളിൽ തൂത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു സൈഡിലേ തൂത്തിട്ടുള്ളൂ. നമുക്കിനി ഇത് കഴിക്കാം. കണ്ടോ കറിയും റെഡിയായേ. ഞാൻ ചാറങ്ങ് വറ്റിച്ചെടുത്തതാ, ഒത്തിരി അങ്ങ് ഗ്രേവി വേണ്ടല്ലോ. നമ്മുടെ കറിയൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിന്റെ ആ മുട്ടയുടെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിച്ചേക്കുന്നുണ്ടോ. അപ്പം ചപ്പാത്തി എടുക്കട്ടെ. കണ്ടോ കണ്ടോണേ എത്ര സോഫ്റ്റ് ആന്ന് നോക്കിയേ, കണ്ടോ. കീറിപ്പോവാണ്. ഇതാ ഇത്തിരി വെള്ളം കൂട്ടിയേ അതിനാ പിന്നെ കുഴയ്ക്കണമെന്ന് പറയുന്നത്. ഇച്ചിരി മുട്ടക്കറിയും കൂടി എടുക്കാം. അപ്പോഴേ കണ്ടോ ഒരു കിഴങ്ങും ഇത്തിരി ഗ്രേവി, ചൂടാ. സൂപ്പറാ, ഒന്നും പറയാല്ല, അടിപൊളി. അപ്പൊ കഴിക്കട്ടെ, അടച്ചു വെക്കാൻ ചൂട് പോകാതെ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. ബൈ.